ഹായ് മക്കളെ, നമസ്കാരം. എല്ലാവരും നല്ല ബണ്ടടിച്ചിരിക്കുകയാണെന്നറിയാം. കാരണം പരീക്ഷ പുതിയ പാറ്റേൺ ആണോ, ഇതുവരെ ചോദിക്കാത്ത രീതിയിലുള്ള ചോദ്യങ്ങളാണോ ചോദിക്കപ്പെട്ടത് എന്നറിയില്ല. എന്തായാലും മൊത്തം കമൻറ്റുകളൊക്കെ നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കുട്ടികളുടെ അഭിപ്രായങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് എന്താണ് പ്ലസ് ടുവിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അറിയാൻ പറ്റുന്നില്ല. കാരണം മാത്സിൻ്റെ കാര്യങ്ങളാകട്ടെ, മറ്റുള്ള സബ്ജക്റ്റുകളാകട്ടെ, പലപ്പോഴും പുതിയ ചോദ്യങ്ങൾ വന്നപ്പോൾ എവിടെയൊക്കെയോ ടെക്സ്റ്റ് ബുക്കുമായിട്ട് നല്ല ബന്ധമില്ലാത്ത കുട്ടികൾക്ക് എവിടെയൊക്കെയോ പ്രയാസങ്ങൾ നേരിടുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആത്യന്തികമായിട്ട് എജുപോർട്ട് മുന്നോട്ട് വെക്കുന്നൊരു കാര്യം, ടെക്സ്റ്റ് ബുക്കായിട്ട് നല്ല ബന്ധമില്ലാത്തൊരു കുട്ടിക്ക് ലക്ക് മാത്രമാണ് നമ്മുടെ പരീക്ഷ എന്ന് പറയുന്ന കാര്യം, അല്ലേ? അപ്പോൾ ടെക്സ്റ്റ് ബുക്കുമായിട്ട് നന്നായിട്ടുള്ളൊരു ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ എങ്ങനെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ മക്കളെ, നമ്മുടെ കേരള പാഠാവലി അല്ലെങ്കിൽ നമ്മുടെ മലയാളം പരീക്ഷ നമുക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുൻകൂട്ടിയായിട്ടുള്ള ചില തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. ഓരോ പാഠഭാഗവും നിങ്ങൾക്ക് റിവിഷൻ എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യം പാഠഭാഗ സമ്മറി ആയിരിക്കും. ആ സമ്മറിക്ക് ശേഷം മാത്രമായിരിക്കും ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് നമ്മൾ പോവുക. പാഠഭാഗം ഡീറ്റെയിൽ ആയിട്ട് ആദ്യം മുതൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് എന്ത് കിട്ടുന്നുണ്ടോ അതാണ് സമ്മറി ആയിട്ട് ആദ്യം അങ്ങ് തരാൻ പോകുന്നത്. അപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വായിക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ ഒരു തവണയെങ്കിലും വായിച്ചിരിക്കണം ആ പാഠഭാഗം. ഒരു ഐഡിയ ഇല്ലാത്തവൻ സമ്മറി കേട്ടിട്ട് പ്രത്യേകിച്ച് എന്ത് ചെയ്യാൻ പോകുന്നില്ല, ഒരു കാര്യമില്ല. ഓക്കെ, അപ്പം നമ്മൾ അതിനു മുമ്പ് കിടക്കുന്ന സമയത്ത് നമ്മുടെ മലയാളത്തിൽ യൂണിറ്റ് 2 നമുക്ക് പ്രധാനമായിട്ടും 2 പാഠഭാഗങ്ങളേ ഉള്ളൂ. ഒന്ന് യൂണിറ്റ് 2 2 പാഠഭാഗങ്ങൾ. ദെൻ അടുത്തത് യൂണിറ്റ് 3 വരുമ്പോൾ അവിടെ നമുക്ക് 4 പാഠഭാഗങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം ഇവിടേക്ക് എത്തുമ്പോൾ നമുക്ക് എത്ര പാഠഭാഗമായി? ക്രിസ്മസ് പരീക്ഷയ്ക്ക് 6 പാഠഭാഗമായി. ഇനി യൂണിറ്റ് 4 വരുന്ന സമയത്ത് അവിടെ നമുക്ക് ഒരു പാഠം മാത്രമേ ഉള്ളൂ. മൊത്തം 7 ചാപ്റ്റേഴ്സാണ് ക്രിസ്മസ് പരീക്ഷയുടെ സിലബസിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. പ്ലസ് ഓണപ്പരീക്ഷയുടെ ഭാഗത്തു നിന്നുള്ള 1-2 ചോദ്യങ്ങൾ കൂടി എന്ത് ചെയ്യുക, മക്കൾ പ്രതീക്ഷിച്ചേക്കുക. അതാണ് ഇപ്പോഴത്തെ പുതിയൊരു സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം യൂണിറ്റ് 2 നിന്ന് 2 ചാപ്റ്റേഴ്സ്, യൂണിറ്റ് 3 നിന്ന് 4 പാഠഭാഗങ്ങൾ, യൂണിറ്റ് 4 നിന്ന് 7 ചാപ്റ്റേഴ്സ്, മൊത്തം 7 ചാപ്റ്റേഴ്സ്. യൂണിറ്റ് 2 വരുന്ന സമയത്ത് യൂണിറ്റ് 2 നമുക്ക് 2 ചാപ്റ്റേഴ്സാണ് അവിടെ പറയേണ്ടായി. ഒന്ന് പദത്തിൻ്റെ പദത്തിൽ, 2 മാപ്പിളപ്പാട്ടിലെ കേരളീയത. ഈ പദത്തിൻ്റെ പദത്തിൽ എന്ന് പറയുമ്പോൾ പദത്തിൻ്റെ പദത്തിൽ എന്ന് പറയുന്നത്, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, പദത്തിൻ്റെ പദത്തിൽ എന്ന പാഠഭാഗം നമ്മൾ ഇങ്ങെടുക്കുകയാണ്. അതെടുക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ കലാമണ്ഡലം ഹൈദരലി, അത് എഴുതിയിരിക്കുന്ന ആളുടെ കലാമണ്ഡലം ഹൈദരലിയുടെ ആത്മകഥയിൽ നിന്ന് എടുത്തതാണ് പദത്തിൻ്റെ പദത്തിൽ. ആരാണ് കലാമണ്ഡലം ഹൈദരലി എന്ന പേരുള്ള ഒരാൾ കഥകളി സംഗീതജ്ഞനായി മാറാൻ കാരണമായത് കലാമണ്ഡലം തന്നെയാണ്. ആ ഹൈദരലി തൻ്റെ അനുഭവങ്ങളെ പങ്കുവെക്കുന്നു. എന്താണ്? ആർക്കും വേണ്ടാത്ത ഒരു ജന്മമായിരുന്നു തൻ്റെ ജന്മമെന്ന് ആദ്യം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. 9 പ്രസവിച്ച, ഇനി പ്രസവിക്കില്ല എന്ന് സ്വയവും നാട്ടുകാരും കരുതിയിരുന്ന സമയത്ത് ആർക്കും വേണ്ടാത്ത ഒരു ജന്മമായിട്ട് തൻ്റെ ജന്മം ഭൂമിയിലേക്ക് വന്നതായി ഹൈദരലി സൂചിപ്പിക്കുന്നു. അങ്ങനെ മറ്റുള്ളവരാലെല്ലാം വെറുക്കപ്പെട്ട ഒരു ജന്മമായിരുന്നെങ്കിലും തന്നെ സപ്പോർട്ട് ചെയ്തത് ആരായിരുന്നു? തൻ്റെ ബാപ്പയുടെ പിന്തുണ. ആരും ഓർക്കുന്നുണ്ട്? ബാപ്പ പിന്തുണച്ചത് 5 വയസ്സ് വരെ മാത്രമേ ബാപ്പയുടെ സപ്പോർട്ട് തനിക്ക് കിട്ടിയിട്ടുള്ളൂ. തന്നെ മടിയിലിരുത്തി സിനിമാ ഗാനങ്ങൾ പാടിത്തരാറുണ്ടായിരുന്നു ആര്? ബാപ്പ. എന്തോ ബാപ്പയ്ക്ക് മുൻകൂട്ടി അറിയുമായിരിക്കാം, ഒരു പക്ഷേ നാളെ ഭാവിയിൽ ഗാനം കൊണ്ട് പുലരാനുള്ളവനാണ് ഈ മകനെന്ന്. എന്തായാലും 4ാം ക്ലാസ്സിൽ വെച്ച് പഠനം അവസാനിച്ചു. തുടർന്നുള്ള പഠനം കലാമണ്ഡലത്തിലായിരുന്നു. കലാമണ്ഡലത്തിൽ ഇൻ്റർവ്യൂ നടത്തിയതിനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ കലാമണ്ഡലത്തിൽ ചേരുന്ന സമയത്തും ഒരു ആൾജാമ്യക്കാരുടെ ആവശ്യം ഉണ്ടായിരുന്നു. അത് CP ആൻ്റണി ഏറ്റെടുത്തു. അതിനുശേഷം കലാമണ്ഡലത്തിലെത്തി. അവിടെയുള്ള കുട്ടികളും തന്നോട് കുറച്ച് അകന്ന് പെരുമാറുന്നത് കലാമണ്ഡലം ഹൈദരലിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. കാരണം
ഇയാൾ ഒരു മേത്തനായിരുന്നു, മുസ്ലിം ചെക്കനായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇത്തരത്തിലുള്ള തൊട്ടുകൂടായ്മകളും മാറ്റി നിർത്തലുകളും അകറ്റി നിർത്തലുകളും ഒക്കെ തൻ്റെ ജീവിതത്തിനുണ്ടായിട്ടും താൻ ഒരു സംഗീതജ്ഞനായി തീരണമെന്നുള്ള ദൃഢനിശ്ചയം ആർക്കുണ്ടായിരുന്നു? നമ്മുടെ കലാമണ്ഡലം ഹൈദരലിക്ക് ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അറിയപ്പെടുന്ന ഒരു കഥകളി സംഗീതജ്ഞനാക്കി മാറ്റി എന്ന ഒരു ഭാഗം നമ്മളെ ധരിപ്പിക്കുന്ന പാഠഭാഗമാണ് പദത്തിൻ്റെ പദത്തിൽ. സെറ്റാണല്ലോ. ദെൻ നെക്സ്റ്റ് നമ്മൾ വരുന്ന സമയത്ത് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ മാപ്പിളപ്പാട്ടിലെ കേരളീയത. ഏതാണ്? രണ്ടാമത്തെ ചാപ്റ്റർ ഏതാണ്? മാപ്പിളപ്പാട്ടിലെ കേരളീയതയാണ്. എം.എൻ. കാരശ്ശേരി മാഷിൻ്റെ മാപ്പിളപ്പാട്ടിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് ഇവിടെ നടക്കുന്നതെങ്കിലും ഇതിനകത്ത് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യപ്പെടുന്ന ആൾ പുലിക്കോട്ടിൽ ഹൈദറാണ്. ആരാണ്? പുലിക്കോട്ടിൽ ഹൈദർ എന്ന മാപ്പിളപ്പാട്ട് രചയിതാവിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ പഠിക്കുന്നത്. ബാക്കിയുള്ള മറ്റുള്ള എല്ലാ മാപ്പിളപ്പാട്ട് രചയിതാക്കളെയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർ അറേബ്യൻ കഥകളും മുസ്ലിം ചരിത്രപരമായിട്ടുള്ള കഥകളെയുമാണ് മാപ്പിളപ്പാട്ടിന് ഇതിവൃത്തമാക്കിയത് എങ്കിൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് കേരളത്തിനെയും കേരളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതിഹാസങ്ങളെയും സമര ചരിത്രങ്ങളെയും തൻ്റെ കൃതികൾക്ക് വിഷയമാക്കിയ ആളാണ് ആര്? പുലിക്കോട്ടിൽ ഹൈദർ. അപ്പോൾ മാപ്പിളപ്പാട്ട് എന്താണെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് മാപ്പിളപ്പാട്ടുകാരുടെ കൂട്ടത്തിൽ കേരളീയതയെ വല്ലാതെ ചേർന്ന് നിന്ന മാപ്പിളപ്പാട്ട് രചയിതാവാണ് പുലിക്കോട്ടിൽ ഹൈദർ എന്ന് നമുക്ക് പരിചയപ്പെടുത്താണ്. ഇദ്ദേഹം ഉപയോഗിക്കുന്ന പദങ്ങളെല്ലാം മിക്കവാറും ഏറനാടൻ മാപ്പിള ശൈലിയായിരിക്കും. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ചരിത്രം, ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ കൃതികളുടെ പ്രത്യേകതയായിരുന്നു. അതോടൊപ്പം തന്നെ സ്ത്രീപക്ഷപാതപരമായി കൃതികൾ രചിച്ചിരുന്ന എഴുത്തുകാരൻ കൂടിയായിരുന്നു പുലിക്കോട്ടിൽ ഹൈദർ. അന്നത്തെ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന പല പ്രശ്നങ്ങളെയും തങ്ങളുടെ കൃതികളിലൂടെ കൃത്യമായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് പുരുഷന്മാരുടെ തകരാറ് എന്താണ് എന്ന് അന്നത്തെ സമൂഹത്തിനെ കാണിച്ചു കൊടുത്ത ആളായിരുന്നു പുലിക്കോട്ടിൽ ഹൈദർ. പൊതുവെ നിമിഷ കവിയായിരുന്നു പുലിക്കോട്ടിൽ ഹൈദർ എന്നുകൂടി നമുക്ക് എന്ത് ചെയ്യാം അറിയാം. ഓരോ സിറ്റുവേഷനിൽ അപ്പം തന്നെ ഉചിതമായ രീതിയിൽ കവിതകൾ എഴുതാനും ഇദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അപ്പോൾ മാപ്പിളപ്പാട്ടിലെ കേരളീയതയാണ് നമ്മുടെ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത്. സെറ്റാണല്ലോ. ദെൻ നെക്സ്റ്റ് നമുക്ക് യൂണിറ്റ് 2 വരാം. യൂണിറ്റ് 2 വരുന്ന സമയത്ത് ആദ്യത്തെ കവിത കൊള്ളിവാക്കല്ലാതൊന്നും. ആരാണ് കൃതി എഴുതിയത്? കൊള്ളിവാക്കല്ലാതൊന്നും. കൊള്ളിവാക്കല്ലാതൊന്നും എന്നുള്ളത് കുഞ്ചൻ നമ്പ്യാരുടെ കൃതിയാണെന്ന് നമുക്കറിയാം അല്ലേ? കുഞ്ചൻ നമ്പ്യാരുടെ കൊള്ളിവാക്കല്ലാതൊന്നും നോക്കുക. കൊള്ളിവാക്കല്ലാതൊന്നും. കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്നത് നമുക്കറിയാം കവിതയെ സമൂഹത്തിന് നേരെയുള്ള ചാട്ടവാറാക്കിയ എഴുത്തുകാരനാണ് കുഞ്ചൻ നമ്പ്യാർ, ജനകീയനായ കവി. അതുവരെ നമ്മുടെ സാഹിത്യ ലോകത്ത് അറിയപ്പെടുന്ന ഒരു കഥാപാത്രമാണ് ശീലാവതി എന്ന കഥാപാത്രം. ആരാണ്? ശീലാവതി. ആ ശീലാവതി എന്ന കഥാപാത്രത്തിൻ്റെ മറ്റൊരു വേർഷനാണ് നമ്മുടെ മുന്നിൽ കൃത്യമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നത്. നാട്ടിൽ ഭർത്താവ് പറയുന്നതും സമൂഹം ചെയ്യുന്നതുമായിട്ടുള്ള എല്ലാ കൊള്ളരുതായ്മകളും സഹിച്ച് ജീവിച്ച് മറുത്തൊന്നും പറയാതെ ജീവിച്ചു പോകുന്ന ആളുകളെ വിളിക്കുന്ന പേരാണ് ശീലാവതി. എല്ലാം സഹിച്ച്, സ്ത്രീകളെന്ന് പറയുന്നത് സഹിക്കേണ്ടവളാണ്, സ്ത്രീകളെന്ന് പറയേണ്ടത് ക്ഷമിക്കേണ്ടവളാണ്, സ്ത്രീകൾ ഇങ്ങനെയായിരിക്കണം എന്നുള്ള കുറേ കൺസെപ്റ്റുകൾ നമ്മുടെ സമൂഹം മുമ്പോട്ട് വെക്കുന്നുണ്ട്. അതെല്ലാം അനുസരിച്ച് മെഗാ സീരിയലുകളിലെ നായികമാരെ പോലെ എല്ലാം സങ്കടത്തിൽ ഒതുക്കുന്നവരെ വിളിക്കുന്നവരാണ് ശീലാവതി. നീ വലിയ ശീലാവതി ചമയണ്ട എന്നൊക്കെയുള്ള പ്രയോഗം കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ചരിത്രത്തിൽ അവതരിപ്പിക്കപ്പെട്ട കഥാപാത്രമാണ് ആര്? ശീലാവതി. ആ ശീലാവതി തൻ്റെ ഭർത്താവ് ഉഗ്രശ്രവസിൻ്റെ മകനായിരുന്നു അവരുടെ ഭർത്താവ്. ആ ഭർത്താവാണെങ്കിൽ തീരെ കൊള്ളരുതാത്തവനാ. കയ്യിലിരിപ്പ് വളരെ മോശമായിട്ട് ഒരുപാട് അസുഖങ്ങൾ വന്ന് വീട്ടിൽ കിടപ്പാണ്. അയാളെ കൊണ്ടുള്ള ചൊറിച്ചിലാണെങ്കിൽ സഹിക്കാനും വയ്യ. നാവാണെങ്കിൽ ഇങ്ങനെ എപ്പോഴും കൊള്ളിവാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ പ്രതികരിക്കുന്ന ശീലാവതിയെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചൊരു പാഠഭാഗമാണ് കുഞ്ചൻ നമ്പ്യാരുടെ കൊള്ളിവാക്കല്ലാതൊന്നും. ഈ ചങ്ങായിക്ക് വയ്യാണ്ടായിട്ട് വീട്ടിൽ അസുഖമായിട്ട് കിടപ്പിലാണ്. എന്നാൽ ഇവന് വേണ്ട ഭക്ഷണം ഞാൻ എന്ത് ചെയ്യണം? ഓരോ ബ്രാഹ്മണന്മാരുടെ വീട്ടിൽ പോയി യാചിച്ച് കൊണ്ടുവന്ന് നെല്ല് കൊണ്ടുവന്ന് ഇടിച്ച് അരിയാക്കി അത് വേവിച്ച് ചോറ് കൊടുത്താൽ പറയും ചോറിൽ കല്ലാണ്. എന്ത് ചെയ്താലും കുറ്റം കണ്ടെത്തുന്ന ഭർത്താവിൻ്റെ കുറ്റവാക്കുകൾ കേട്ട് മനസ്സ് മടുത്ത് എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ശീലാവതി പറയുന്നത്. ആ ശീലാവതി ചരിത്രത്തിൻ്റെ
പുതിയൊരു വേർഷൻ നമ്മുടെ മുന്നിൽ കുഞ്ചൻ നമ്പ്യാർ അവതരിപ്പിച്ചിരിക്കുന്ന പാഠഭാഗമാണ് കൊള്ളിവാക്കല്ലാതൊന്നും മടുത്ത് വയ്യ. തിരിച്ച് പ്രതികരിക്കാൻ തയ്യാറാകുന്ന ഒരു ശീലാവതിയെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കാണാം. സെറ്റാണല്ലോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് കൊള്ളിവാക്കല്ലാതൊന്നും കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഗൗളി ജന്മാണെന്നാണ് എൻ്റെ ഓർമ്മ. യെസ്, ഗൗളി ജന്മം. ഗൗളി ജന്മം എന്ന് പറയുന്നതും ഇത്തരത്തിലുള്ള ഒരു സ്ത്രീ പക്ഷപാതപരമായിട്ടുള്ള ഒരു കൃതിയാണ്. ഗൗളി ജന്മം സ്ത്രീ പക്ഷപാതപരമായിട്ടുള്ള ഒരു കൃതിയാണ് ഗൗളി ജന്മം. ഒരാശുപത്രിയാണ് നമ്മുടെ ലൊക്കേഷൻ നടക്കുന്നത്. ആശുപത്രിയിൽ ഒരു ഭർത്താവ് അസുഖം ആക്സിഡൻ്റായി വന്നതാണ്. അതിൻ്റെ കൂടെ മഞ്ഞപ്പിത്തം പിടിച്ചിട്ടുണ്ട്. അയാൾ മരിക്കാൻ പോവുകയാണ്. ആ മരിക്കാൻ പോകുന്ന സമയത്ത് അവൾ എന്ത് ചെയ്യും? പുരുഷന്മാരുടെ കുട്ടികളെ പെറ്റുപോറ്റാനും അവൻ്റെ ദുരിതങ്ങളെ ഏറ്റുവാങ്ങി കരഞ്ഞ് ജീവിതം തീർക്കാനുമാണ് സ്ത്രീകളുടെ ജീവിതം എന്നുള്ളൊരു കൺസെപ്റ്റ്. അവിടെ ഒരു വിമർശനാത്മകമായിട്ടൊരു ആശുപത്രി സന്ദർശക കടന്നു വരുന്നുണ്ട്. ഈ കഥ ആശുപത്രിയിലുള്ള രണ്ട് പല്ലികൾ, ദമ്പതികളായ രണ്ട് പല്ലികൾ നോക്കിക്കാണുന്ന രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്, കഥ അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലേ? ഈ പല്ലികൾ ദമ്പതികളാണ്. ദാമ്പത്യം കുടുംബത്തിന് ഹാനികരം, ദാമ്പത്യം ജീവിതത്തിന് ഹാനികരം, ആരോഗ്യത്തിന് ഹാനികരം എന്ന രൂപത്തിൽ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കഥ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. പൊതുവെ ആൺമേൽക്കോയ്മയാണ് നമ്മുടെ സമൂഹത്തിൽ മുഴുവനുള്ളത്. അതേ പുരുഷ മേധാവിത്വം കാണിക്കാൻ വേണ്ടിയിട്ട് ഈ പല്ലികളുടെ കൂട്ടത്തിലുള്ള ആൺപല്ലി എന്ത് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ഇരുന്ന് തള്ളുന്നുണ്ട് അല്ലേ? ഞാൻ ബുദ്ധൻ്റെ കുലത്തിൽപ്പെട്ടവനാണ്, എനിക്ക് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് വമ്പൻ സംഭവമുണ്ട്. അവസാനം ആൺപല്ലി പറയുന്നുണ്ട്, ബുദ്ധൻ അറിയില്ലേ, ജ്ഞാനോദയം കിട്ടിയ ആളാണ്. അപ്പോൾ പെൺപല്ലി ചോദിച്ചു, എന്താണ് ഈ ജ്ഞാനോദയം? അപ്പോൾ എല്ലാ ബന്ധങ്ങൾക്കും എല്ലാ സങ്കടങ്ങൾക്കും കാരണം മമതയാണ് എന്ന് ബുദ്ധൻ എന്ത് ചെയ്തു, ബോധോദയം ഉണ്ടായി. ഇതാണോ വലിയ ബോധോദയം എന്ന് ആര് ചോദിക്കുന്നുണ്ട്? പെൺപല്ലി ചോദിക്കുന്നുണ്ട്. സ്നേഹത്തിന് വേണ്ടിയിട്ട്, മക്കളെ സ്നേഹിച്ചതിൻ്റെ പേരിൽ, ഭർത്താവിനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ, വീടിനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ തൻ്റെ ജീവിതവും തൻ്റെ സ്വപ്നങ്ങളും എല്ലാം ഈ ലോകത്തുള്ള സകല സ്ത്രീകൾ എന്ത് ചെയ്തിട്ടുണ്ട്, കളഞ്ഞു കുളിച്ചവരാണ്. ആ സ്ത്രീകൾ ഇതെന്നോ മനസ്സിലാക്കിയവരാണ് എല്ലാ ദുഃഖത്തിൻ്റെയും കാരണം മമതയാണ് എന്ന് പറയുന്നിടത്ത് എന്ത് ചെയ്യുന്നു, നമ്മുടെ കഥ തീരുകയും ചെയ്യുന്നു. ഓക്കെ, സെറ്റാണല്ലോ? ഓർത്ത് വെച്ചേക്കുക. ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് തേങ്ങ എന്ന് പറയുന്നതാണ്. തേങ്ങ എന്ന് പറയുന്ന പാഠഭാഗം പൂർണ്ണമായിട്ടും നമ്മുടെ സമൂഹത്തിൻ്റെ ഒരവസ്ഥയെ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ വിമർശിക്കുന്ന ഒരു പാഠഭാഗമാണ്. തമാശയാണ് സംഗതി പറയുന്നതെങ്കിലും ഒരാളുടെ തലയിലേക്ക് തേങ്ങ വീഴുകയും അയാളുടെ തലക്കൊന്നും പറ്റാതിരിക്കുകയും വീണ തേങ്ങ പൊട്ടിക്കീറി കുളത്തിൽ പോയി ഒളിച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു കഥ, ഒരു കവിതാ രൂപത്തിൽ നമ്മുടെ ദേവസ്യ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ചെറിയാൻ ഇതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ എന്ത് കഥ കേട്ട് കഴിഞ്ഞാലും അവസാനം ഒരു ഗുണപാഠം ഉണ്ടാവും. ആ ഗുണപാഠങ്ങൾക്ക് പിന്നാലെ നടക്കുന്ന സാമൂഹിക വ്യവസ്ഥിതിയെ വിമർശിക്കുന്ന ഒരു പാഠഭാഗമാണ് തേങ്ങ എന്ന് പറയുന്നത്. ഗുണപാഠ കഥകൾ. എൻ്റെ ജീവിതത്തിൽ 10ാം ക്ലാസ് എഴുതിയ സമയത്ത് എനിക്ക് എന്ത് അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ 10ാം ക്ലാസ് ജയിച്ചതുകൊണ്ട് എനിക്ക് എന്ത് ഉപകാരമാണ് ഉണ്ടായത്, അല്ലെങ്കിൽ 10ാം ക്ലാസ് തോറ്റതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്, ഇതൊന്നുമല്ല നാളെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അത് ഓരോരുത്തർക്കും ഓരോന്ന് തന്നെയാണ്. അല്ലാതെ മറ്റുള്ളവൻ്റെ അനുഭവങ്ങളെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും, ഗുണപാഠ കഥകൾ നോക്കിയിട്ട്, കുറുക്കനും സിംഹവും തമ്മിലുള്ള ഗുണപാഠ കഥ നോക്കിയിട്ടൊന്നും ജീവിതം എന്ത് ചെയ്യാൻ കഴിയില്ല, മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഓരോരുത്തരുടെ അനുഭവങ്ങൾ ആ വ്യക്തിയും ആ സാഹചര്യങ്ങളും ആ സമയവുമായിട്ട് എന്ത് ചെയ്തിരിക്കും, ബന്ധപ്പെട്ടിരിക്കും എന്ന സന്ദേശം നമ്മളുമായിട്ട് പങ്കുവച്ച ഒരു പാഠഭാഗമായിരുന്നു തേങ്ങ എന്ന് പറയുന്നത്. ഗുണപാഠ കഥകളെ വിമർശിക്കലാണ് ഇവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, അവതരിപ്പിച്ചിട്ടുള്ളത്. സെറ്റ്. ദെൻ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അടുത്ത ചാപ്റ്റർ ഏതാ വരുന്നത്? അടുത്ത ചാപ്റ്റർ വരുന്നത് ബദരിയും പരിസരങ്ങളും യമുനോത്രിയുടെ ഊഷ്മളതയിൽ. ഈ 2 ചാപ്റ്ററും യാത്രാവിവരണത്തിൻ്റെ പ്രത്യേകതകളാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഇപ്പോൾ എസ്.കെ. പൊറ്റക്കാട് യാത്രാവിവരണം നടത്തിയത് അതിൻ്റെ ചരിത്ര ഭൂമിശാസ്ത്ര പശ്ചാത്തലത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണെങ്കിൽ ആത്മീയമായ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ആര് യാത്രാവിവരണം നടത്തുന്നത്, ആത്മീയമായ കാഴ്ചപ്പാടിലൂടെയാണ് MP വീരേന്ദ്രകുമാർ നടത്തുന്നത്. അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, അവിടുത്തെ തദ്ദേശവാസികളുടെ ജീവിത രീതികൾ, ഇതൊക്കെയാണ് എസ്.കെ. പൊറ്റക്കാട് കാണിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ആത്മീയമായിട്ടുള്ള ദൈവീകമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെയാണ് ആര് നോക്കിക്കാണുന്നത്, MP വീരേന്ദ്രകുമാർ നോക്കിക്കാണുന്നത്. സെറ്റാണല്ലോ? വാങ്കഡയുടെ ഹൃദയത്തുടിപ്പുകൾ. സച്ചിൻ ടെണ്ടുൽക്കർ എന്ന ക്രിക്കറ്റ് ഇതിഹാസം, സച്ചിൻ
ടെണ്ടുൽക്കർ എന്ന ക്രിക്കറ്റ് ഇതിഹാസത്തിൻ്റെ വിടവാങ്ങൽ മത്സരത്തിന് സ്പോർട്സ് ഫീച്ചർ തയ്യാറാക്കിയതാണ് ഈ വാങ്കഡയുടെ ഹൃദയത്തുടിപ്പുകൾ. ഒരു സിനിമ കാണുന്ന രൂപത്തിൽ ജസ്റ്റ് ഇങ്ങനെ സച്ചിൻ വിടവാങ്ങുന്നു എന്ന് പറയാതെ അതിനെ കുറച്ചുകൂടി വൈകാരികമായ ഭാഷയിൽ വായനക്കാരുടെ മനസ്സിലും ഒരു ഇത്തിരി വേദന വരുത്തുന്ന രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു സ്പോർട്സ് ഫീച്ചറാണ് വാങ്കഡയുടെ ഹൃദയത്തുടിപ്പുകൾ. ഈ പാഠഭാഗങ്ങളാണ് പരീക്ഷയ്ക്ക് നമുക്ക് പ്രധാനമായിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്, ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ഈ പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈവ് ക്ലാസ്സിലേക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, കുട്ടികൾ എത്തിച്ചേരണം. നമുക്ക് പാഠഭാഗ സംഗ്രഹങ്ങൾ സെറ്റാക്കണം, അതിൻ്റെ ചോദ്യോത്തരങ്ങൾ സെറ്റാക്കണം. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഉത്തരം നമുക്ക് കിട്ടാവുന്ന രൂപത്തിലുള്ള ക്ലാസ് ആയിരിക്കും നിങ്ങളെ കയ്യിലേക്ക് തരിക. കാരണം ഒരു ചോദ്യം വരുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് നിങ്ങളുടെ ഓർമ്മയിലേക്ക് വന്നിരിക്കും. അപ്പോൾ മറക്കണ്ട മക്കളെ, ലൈവ് ക്ലാസ്സിലേക്ക് കൃത്യം നിങ്ങളും സുഹൃത്തുക്കളൊക്കെ കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, എത്തിച്ചേരുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, പരീക്ഷ ഏറ്റവും എളുപ്പമാക്കി മാറ്റുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ലൈവിൽ വെച്ച് കാണാം. പരീക്ഷേൻ്റെ ഡീറ്റെയിൽസ് വേറെ ആവശ്യമില്ലല്ലോ. 80 മാർക്ക് എങ്ങനെ എഴുതണം എന്നൊക്കെ നമ്മൾ സെറ്റായ ആളുകളാണ്, അത് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യാം, നമുക്ക് ലൈവ് ക്ലാസ്സിൽ വെച്ച് കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക് യു.